ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്കാരത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. നമ്മളിങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സുവിശേഷ ഭാഗത്ത് ഈശോയ്ക്കെതിരെയുള്ള ആരോപണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച ഒരു ആരോപണമാണ്, ഇവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്ന് ഈശോയെ കുറിച്ച് പറയുകയാണ്. നമ്മൾ അന്ന് അതിൻ്റെ ആ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഈശോ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങൾ: ഈശോ പാപികളുടെയും ചുങ്കക്കാരുടെയും വേശ്യകളുടെയും കൂട്ടുകാരനാണ്, ഭോജനപ്രിയനാണ്, അല്ലെങ്കിൽ തിന്നു കുടിച്ച് നടക്കുന്നു എന്ന രീതിയിൽ പറയുകയാണ്. ഈശോ പിശാചുക്കളുടെ തലവനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നുവെന്ന് ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഈശോ ഒരു നിയമലംഘകനാണ്, ദൈവദൂഷകനാണ്, ഇങ്ങനെ പറഞ്ഞു വരികയും ബന്ധുക്കൾ പറയുന്നുണ്ട് ഈശോയ്ക്ക് ഭ്രാന്തായിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്യം 52-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. ഈശോയോട് പറയുകയാണ് ഈശോയ്ക്ക് പിശാചുണ്ടെന്ന്, ഈശോ പിശാച് ബാധിതനാണെന്ന് ഞങ്ങൾക്കിപ്പോൾ വ്യക്തമായിരിക്കുന്നു എന്ന് യഹൂദർ പറയാം. എന്തിനാണ് അവരത് പറഞ്ഞത്? തൊട്ട് മുമ്പുള്ള വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശോ അവരോട് പറയാണ്, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് കേട്ട് കഴിയുമ്പോഴാണ് യഹൂദർ പറയുന്നത് യേശുവിന് പിശാച് ഉണ്ട്, അല്ലെങ്കിൽ യേശു പിശാച് ബാധിതനാണ് എന്ന രീതിയിൽ, ഈസ് പൊസസ്ഡ് എന്ന രീതിയിൽ പറയുന്നത്. ഇത് എൻ്റെ കാരണം പറയുന്നുണ്ട്. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാർ മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ലെന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹാത്തേക്കാളും വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, അപ്പോൾ ആരാണ് നീ എന്നാണ് നീ അവകാശപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈശോ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഉത്തരവാണ് അവർക്ക് വീണ്ടും കൊടുക്കുന്നത്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം കൊണ്ട് എനിക്ക് വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോയോട് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്ന എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു, അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അബ്രഹാം എന്നെ കണ്ടു എന്ന രീതിയിൽ ഈശോ പറയുകയാണ്. സ്വാഭാവികമായിട്ടും വട്ടായിപ്പോയോ, പിശാചുബാധ ഉണ്ടെന്ന് അവർ ചോദിക്കുന്നതിൽ അതിശയമില്ലെന്ന രീതിയിലാണ്. ഈശോയോട് പറയുകയാണ്, നിനക്ക് ഇനി ഇപ്പം അവർ ഈശോയോട് പറയുന്നുണ്ട്, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രഹാത്തെ കണ്ടുവന്നോ? യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. ലോഗോസ്, വചനമായ താനുണ്ടെന്നാണ് ഈശോ പറയുന്നത്. വചനം മാംസമായവനാണ് ഈശോ. വചനമായ താൻ അബ്രഹാത്തിന് മുമ്പേ ഉണ്ട് എന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ അവതാരം ചെയ്ത യേശു എന്ന വ്യക്തി ഉണ്ടെന്നല്ല, വചനമായിട്ട് ഈശോ പണ്ടേ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് പിടികിട്ടുന്നില്ല. അപ്പൊ എന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ വചനം പാലിക്കുന്നവൻ, അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ, അവനെന്നും ജീവിക്കും, അവൻ മരിക്കത്തില്ല എന്ന് ഈശോ പറയുക. ഒന്നും അവർക്ക് കൊണ്ട് പിടികിട്ടുന്നില്ല. അവർ പറയുന്നത്, അവനെങ്ങനെ ജീവിക്കുക, നിന്റെ വചനം പാലിക്കും, എങ്ങനെ ജീവിക്കും? ജീവൻ ഞാനാണ് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ് ഈശോ പറയുന്നുണ്ട്. ഞാനാണ് പുനരുദ്ധാനവും ജീവനും ഈശോ പറയുന്നുണ്ട്. ജീവൻ ഞാനാണ്, അപ്പോ ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്ന് ഈശോ പറയുന്നത്. ആ വാക്യം ശ്രദ്ധിക്കണം. ഞാനാണ് ജീവനും പുനരുദ്ധാനവും നല്ല യഥാർത്ഥത്തില്. അപ്പൊ അതായത് നീ ഉയർത്തെഴുന്നേൽക്കും, വീണ്ടും ജീവിക്കും, അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് 2 തരങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒന്ന്, നീ എൻ്റെ വചനം പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ ആത്മാവിന് മരണമില്ല. അതായത് നിന്റെ ആത്മാവ് ദൈവവുമായി വേർപെട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് ആത്മാവിന്റെ മരണപ്പെട്ട ജീവിതം എന്ന് പറയപ്പെടുന്നത്, മരണപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ നിന്നും മാറുകയാണ്, അതായത് ആത്മാവ് മരിക്കുകയാണ്. അതാണ് പാപാവസ്ഥ എന്ന് പറയുന്നത്. കുമ്പസാരത്തിലൂടെ നമ്മൾ വീണ്ടും ആ ജീവൻ പ്രാപിക്കുന്നുള്ള. വചനം പാലിക്കുന്നവൻ മരിക്കുന്നില്ല. ഈ വചനം പാലിക്കാത്തവൻ മരിച്ചു, പക്ഷേ യേശുവിൻ്റെ പാവമോചനത്തിന്റെ കൂദാശയിലൂടെ
അവന് ആ ജീവൻ വീണ്ടും നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നവൻ മരിച്ചു കഴിയുമ്പോൾ, അതായത് ശാരീരികമായി മരിച്ചു കഴിഞ്ഞാലും പിന്നെയും ജീവിക്കും. അവന് ക്രിസ്തുവിലൂടെ പുനരുദ്ധാനം കിട്ടുകയും നിത്യം ജീവിക്കുകയും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുകയും ചെയ്യും. കാരണം ഈശോ പറഞ്ഞിട്ട്, ഞാനാണ് ജീവൻ, എൻ്റെ വചനം നിനക്ക് ജീവൻ നൽകുന്നു, എൻ്റെ ശരീരം നിനക്ക് ജീവൻ നൽകുന്നു, ജീവന്റെ അപ്പവും ജീവന്റെ വചനവും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഫിലോസഫിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ ഫിലോസഫി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ ഫിലോസഫി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വില കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് അതിനെ യേശുവിന്റെ കൃത്യമായ പാഠം, തിയോളജി എന്ന വാക്കോ ഫിലോസഫി എന്ന വാക്കോ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസമല്ല യഥാർത്ഥത്തിൽ. പക്ഷെ എന്താണ് ഈശോ തൻ്റെ ജീവിതവും താൻ നൽകുന്ന രക്ഷയും കൊണ്ട് എന്തുദ്ദേശിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നൊരു സുവിശേഷ ഭാഗമാണ് യഥാർത്ഥത്തില്. അത് ആളുകൾക്ക് അത്ര ഇങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം. പിന്നെ പ്രത്യേകിച്ച് യോഹന്നാൻ എഴുതുന്ന സുവിശേഷമായതുകൊണ്ട് അതിന്റെ ഒരു യഥാർത്ഥ അർത്ഥം കിട്ടാൻ വേണ്ടി അത് അങ്ങനെ തന്നെ എഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സുവിശേഷം വായിച്ചിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്, ഈശോയ്ക്കെതിരെയുള്ള ശക്തമായ ആരോപണമാണ് ഒരു പിശാച് ബാധയുണ്ടോ എന്ന്. അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ്, ഒരാള് ഈശോ പറഞ്ഞ മൂല്യങ്ങൾക്ക്, ഈശോ പറഞ്ഞ വചനത്തിന്റെ സത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തു, ആ സത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവനെ നോക്കിക്കൊണ്ട് മതം പോലും പറയും അവന് പിശാച് ബാധയുണ്ടെന്ന്. കാരണം മതത്തിനൊരു സ്ട്രക്ചറുണ്ട്. സ്പിരിച്വാലിറ്റി അല്ല സ്ട്രക്ചർ, യഥാർത്ഥത്തിൽ റിച്വൽസ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആചാരങ്ങളാണ്. ഈ ആചാരങ്ങൾ അവിടെ നിൽക്കട്ടെ, ക്രിസ്തു പറഞ്ഞ വചനങ്ങളുടെ സത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ആത്മാവിൽ സ്വീകരിച്ച് ജീവിക്കുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ആ ആത്മീയതയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മരണമില്ല, അയാൾ നിത്യം ജീവിക്കും. പക്ഷേ അതിനെ നോക്കിക്കാണുന്ന ലോകം പറയും ഇവന് പിശാച് ബാധയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. മത ആചാര്യന്മാർ പോലും പറയും ഇവര് പിശാച് ബാധയാണെന്ന് തോന്നുന്നു, ഇവനെന്തീ കാണിക്കുന്നത്. ഉത്തമ ഉദാഹരണം അസീസിയിലെ ഫ്രാൻസിസ് ആണ്. ഉത്തമ ഉദാഹരണം. അസീസിയിലെ ഫ്രാൻസിസ് ഇങ്ങനെ തെരുവീതിയിലൂടെ ക്രിസ്തുവിന്റെ വചനം നെഞ്ചോട് ചേർത്തെന്നല്ല, നെഞ്ചിനുള്ളിലെടുത്ത് നടന്നു നീങ്ങിയപ്പോ അവനെ നോക്കി ലോകം പലതും വിളിച്ചു പറഞ്ഞു. മണ്ടൻ, ഭ്രാന്തൻ, പിശാച് ബാധിതൻ, പലതും. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ചെയ്യും. അങ്ങനെ ലോകം നോക്കിക്കണ്ടിട്ട് ഇവൻ പൊട്ടനാണോ, ഇവൻ മണ്ടനാണോ, ഇവൻ ഭ്രാന്തനാണോ, ഇവൻ പിശാച് ബാധിതനാണോ എന്നൊക്കെ ലോകം എത്ര വിശുദ്ധന്മാരെ നോക്കി പറഞ്ഞിട്ടുണ്ടെന്നറിയാം. ദൂരം വിശുദ്ധന്മാരെ നോക്കിയാൽ ലോകം പറഞ്ഞിട്ടുണ്ട്. ഇവൻ മദർ തെരേസയ്ക്ക് പോലും, മദർ തെരേസയ്ക്ക് ആദ്യ കാലഘട്ടത്തിൽ മദർ തെരേസ അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ആളുകൾ അത് മനസ്സിലാക്കി വന്ന് ഇപ്പൊ മദർ തെരേസ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ജീവിക്കുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ നിത്യജീവൻ ആനന്ദിക്കുന്നുമുണ്ട്, നിത്യം ജീവിക്കും. പക്ഷെ ലോകം അവരെ കാണുമ്പോൾ പിശാച് ബാധനാന്ന് വിളിച്ചു പറയുകയും ചെയ്യും. യേശുവിന് പിശാച് ബാധ എന്നാണ് യേശുവിന്റെ കാലഘട്ടത്തില് ലോകം യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് മറ്റൊരു ആരോപണം. ആ ഒരു ആരോപണം യേശുവിന്റെ ശിഷ്യന്മാരും അവകാശപ്പെടുന്നു. കൃത്യമായും ആ സത്യം അനുസരിച്ച് വചനത്തിന്റെ സത്ത് മനസ്സിലാക്കി ജീവിക്കുന്ന ഏതൊരു ക്രിസ്തു ശിഷ്യനും ഇതേ ആരോപണം സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അയാൾക്കും അത് കേൾക്കേണ്ടി വരും. സന്തോഷത്തോടു കൂടി ഗുരു കേട്ടത് ശിഷ്യരും കേൾക്കാന്നുള്ളതാണ്. ഇപ്പോൾ യേശു പറയുന്നുണ്ടല്ലോ, പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു വാക്യം നമ്മുടെ ഹൃദയം സൂക്ഷിക്കാം. നമ്മളെയും നോക്കി ലോകം ഈ ഇത്തരത്തിലുള്ള കമന്റുകൾ പറയുന്നുണ്ടെങ്കിൽ സന്തോഷിക്കാം. കാരണം ഈശോയും അത് കേട്ടിട്ടുണ്ടല്ലോ.